കൂടുതൽ സാധ്യതയുള്ളവർ, ദൈവാഭിമുഖ്യങ്ങളുള്ളവർ, ഇപ്പം ചിലർ 90 ദിവസം കഴിയുമ്പോൾ അവസാനിപ്പിക്കണത്, ഇപ്പോൾ വയറ്റിപ്പഴപ്പ് മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ 90 ദിവസം കൊണ്ട് അവസാനിപ്പിക്കുക. അപ്പോൾ ദൈവത്തിന് അറിയാം, ഇപ്പോൾ 90 ദിവസം കൊണ്ട് ഉടമ്പടി തീർന്നവരുടെ വയറ്റിപ്പഴപ്പ് IELTS പാസ്സാകുക അല്ലെങ്കിൽ വസ്തു വിൽക്കുക മാത്രമുള്ള ഒരു വയറ്റിപ്പഴപ്പ് പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ പ്രശ്നമുണ്ടാകും. വീണ്ടും നിങ്ങൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ടാർഗറ്റഡ് ആവും. എന്താ കാര്യം? നിങ്ങൾ ദൈവത്തെ സമീപിക്കുന്നത് കേവലം വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രമാണെന്ന്. അത് നമ്മുടെ ലക്ഷ്യമാണത്, നമ്മുടെ കാര്യം നടക്കുക. പക്ഷേ ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. എന്താണത്? നിങ്ങൾ ദൈവത്തെ അറിയുകയും അറിഞ്ഞ് അവൻ്റെ നാമത്തിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിയുകയും അവൻ്റെ നാമത്തിൽ, ഇപ്പോൾ നമ്മൾ 17 യോഹന്നാൻ 17 നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിയുകയും അവൻ്റെ നാമത്തിൽ നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യണം. അതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയണത് നിത്യജീവനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഉള്ളത്. അപ്പം നിത്യജീവൻ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് അഭിഷേകമായിട്ട് കെട്ടിക്കഴിയുമ്പോഴാണ് ആൾക്കാർ ഉടമ്പടി ഇങ്ങനെ ചേഞ്ച് ചെയ്ത് മേടിക്കണത്. അവർ 5 ഉടമ്പടി 5 പുതുക്കും 6 പുതുക്കും. എന്നിട്ട് അവരെന്താ പറയണത്? ഞാൻ ഉടമ്പടി ജീവിതത്തിലാണെന്നാണ് പറയണത്. അവരെന്താ പറയണത്? ഉടമ്പടി. അപ്പോൾ അവർ 1 പുതുക്കി അവസാനിപ്പിക്കണില്ല. അവർ ഉടമ്പടി വയറ്റിപ്പിഴപ്പുള്ള ആൾക്കാർ മാത്രമേ 1 പുതുക്കി അവസാനിപ്പിക്കത്തുള്ളൂ. എന്താ വെച്ചാൽ അവർക്ക് ദൈവമല്ല പ്രശ്നം, പിന്നെ എന്താണ്? അവരുടെ നിയോഗമാണ് പ്രശ്നം. ഇപ്പോൾ നിയോഗം മാത്രം പ്രശ്നമുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ എന്തുമാത്രം ആൾക്കാർ ഉടമ്പടി എടുത്തെങ്കിലും നമ്മുടെ യൂട്യൂബിലെ സബ്സ്ക്രിപ്ഷൻ നിൽക്കണം കണ്ടില്ലേ? അത് ആ എടുക്കണ രീതി അനുസരിച്ചേ നിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ 90 ദിവസം കഴിയുമ്പോൾ പിന്നെ അവർ ചിലർ വിട്ടുപോകും. അതെന്ന് പറയുന്നത് അവരുടെ ആ വസ്തു വിൽക്കുന്ന വിഷയത്തിന് മാത്രമാണ് അവർ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് വിഷയബന്ധിയാണ്. അതിൻ്റെ ലക്ഷ്യം ദൈവമല്ല. ചില ആൾക്കാർ പുതുക്കി ആ ഉടമ്പടി ഒരു ജീവിത രീതിയായിട്ട് എടുക്കും. അതുകൊണ്ടാണ് അവർ സിൽവർ ഗ്രേയിലേക്ക് വരണത്. അപ്പോൾ സിൽവർ ഗ്രേയിൽ വരുമ്പോൾ ചില സിൽവർ ഗ്രേക്കാർ ദൈവിക ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അവരുടെ സംഭവം പുതുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ചില സിൽവർ ഗ്രേക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോഴും മകളെ പ്രസവിക്കണം, പെരക്കടാവിന് ഇംഗ്ലീഷ് മീഡിയത്തിൽ അഡ്മിഷൻ കിട്ടണം, ഇങ്ങനെയുള്ള ആദ്യം എന്താണ് അവിടെ എഴുതിയിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കണം. അപ്പോൾ ഒരു സിൽവർ ഗ്രേ ഇങ്ങനെ അറിയാതെ ആയിപ്പോയതാണ്. അവരുടെ ആധ്യാത്മിക ജീവിതം സിൽവർ ഗ്രേ ആയിട്ടില്ല. അവിടെ സിൽവർ ഗ്രേ ഇങ്ങനെ പത്രം കൊടുത്തും മേടിച്ചു വന്നപ്പോൾ അറിയാണ്ട് ഇങ്ങനെ ഇതിൻ്റെ കളർ വ്യത്യാസം വന്നു പോയതാണ്. അവിടെ ആധ്യാത്മിക ജീവിതം ഇപ്പോഴും കേന്ദ്രീയ വിദ്യാലയത്തിൽ പേരക്കടാവിന് അഡ്മിഷൻ കിട്ടണമെന്ന് പറഞ്ഞാണ് സിൽവർ ഗ്രേക്കാർ ചിലർ നടക്കുന്നത്. ഞാൻ പറഞ്ഞു അവിടെ പുതുക്കേണ്ട കാര്യമില്ല. കാര്യം എന്താ? ദൈവിക ലക്ഷ്യം അവർ അട്ടിമറിച്ചിട്ടുണ്ട്. ദൈവിക ലക്ഷ്യം. കാര്യം ഇത്രയും നാൾ ഈ സിൽവർ ഗ്രേ പോയിട്ട് ഇപ്പോഴും പേരക്കടാവിന് കേന്ദ്രീയ വിദ്യാലയത്തിൽ അഡ്മിഷൻ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി വെച്ച അതിൻ്റെ അർത്ഥം എന്താണ്? അവരിപ്പോഴും വയറ്റിപ്പഴപ്പിൽ തന്നെ നിൽക്കുകയാണ്. ദൈവമായിട്ട് അവർക്ക് ബന്ധങ്ങളില്ല. ദൈവത്തിൽ വളരുകയോ ദൈവത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ദൈവത്തെ കൊടുക്കാൻ തോന്നും. ഇപ്പം സിൽവർ ഗ്രേ എന്ന് കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ഉണ്ടാകത്തില്ല. അവർക്ക് എവാഞ്ചലൈസേഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്താ കാര്യം? ഉടമ്പടിയുടെ തലയെന്ന് പറഞ്ഞത് എന്താ? ഉടമ്പടിയുടെ തലയെന്ന് പറയുന്നത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന അല്ല. ഉടമ്പടിയുടെ നാക്ക് മാത്രമാണ് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന. ഉടമ്പടിയുടെ തലയെന്ന് പറയുന്നത് ഇവാഞ്ചലൈസേഷനാണ്. ഇവാഞ്ചലൈസേഷനിലൂടെ മാത്രമേ കൃപ വരത്തുള്ളൂ. അതാണ് വിഷയം. മറ്റെല്ലാം അനുഗ്രഹങ്ങളാണ്. ഇപ്പം അറിയണമെങ്കിലേ ഒന്ന് സ്തുതിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉടമ്പടിയുടെ തലയുണ്ട്, ഉടമ്പടിയുടെ ഹൃദയമുണ്ട്, ഉടമ്പടിയുടെ കൈയുണ്ട്, ഉടമ്പടിയുടെ കാലുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കണം. അതിൽ തലയെന്ന് പറഞ്ഞാൽ എന്താണ്? കൃപ ടാപ്പ് ചെയ്യാൻ പറ്റുന്ന പദ്ധതിയാണ് തലയെന്ന് പറയണത്. അനുഗ്രഹമാണ് ബാക്കി എല്ലാ കാര്യങ്ങൾ. ഇപ്പോൾ ഈ സിൽവർ ഗ്രേയിലൊക്കെ വരുമ്പോൾ ഇവർക്ക് അവസാനം ഇവർ ദൈവമായിട്ട് ഫുൾ ഇൻ്റലക്ച്വലി അവർ കൺവിൻസ്ഡാണ് ഈ വിഷയത്തെക്കുറിച്ച്. അവർ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് അല്ല. എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാക്കൽറ്റഡ് മനുഷ്യനെ ഇഫ് ദേ ആർ ഇൻ്റലക്ച്വലി കൺവിൻസ്ഡ് ദേ ആർ നോട്ട് ഇമോഷണലി ഡിസ്റ്റർബ്ഡ്. അതാണ് മനുഷ്യൻ്റെ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ബൗദ്ധിക ബോധ്യം കിട്ടിയാൽ വൈകാരികമായിട്ട് നമ്മൾ അലോസരല്ല. ഉടമ്പടിയിലെ തല കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃപ ടാപ്പ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഉദാഹരണത്തിന് ഉടമ്പടിയുടെ തലയെന്ന് പറയുന്നത് എന്താണ്? വിശ്വാസ കൈമാറ്റമാണ്.
വിശ്വാസ കൈമാറ്റമാണ് ചില. കർത്താവ് തന്നെ അവർ പറഞ്ഞ് 72 പേരെ പറഞ്ഞു വിട്ടില്ലേ ഈശോ? 72 പേരെ പറഞ്ഞു വിട്ട് ഈ 2 പേരായിട്ട് താൻ പോകാനിരുന്ന ഗ്രാമങ്ങളിലേക്കെല്ലാം ഈ 2 പേരായിട്ട് പോകാൻ വേണ്ടി വഴിയൊരുക്കാൻ വേണ്ടി 72 പേരെ പറഞ്ഞു വിട്ട്. അവർ തിരിച്ചു വന്നപ്പോഴും അവരിങ്ങനെ ആഹ്ലാദത്തോടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? കർത്താവേ, നിൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു. അതാണ്. അപ്പോൾ പിശാചുക്കൾ പോലും വിട്ടൊഴിഞ്ഞു പോയെന്ന അതെന്താണ്? അത് ബ്ലെസ്സിങ്സാണ്. അത് ബ്ലെസ്സിങ്സാണ്. കർത്താവ് പറഞ്ഞു ബ്ലെസ്സിങ്സ് ആണല്ലോ അത് വലിയ കഥ എന്നുള്ള കാര്യമല്ല. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കാൻ കർത്താവ് ആത്മാവിൽ ആനന്ദ നിർവൃതി കൊണ്ടിട്ട് പറയും, ആ പിതാവേ, ഇക്കാര്യങ്ങൾ നീ വിജ്ഞാനികളിലും വിവേകമതികളും മറച്ചു വെച്ചു ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിൽ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവിൽ ആത്മാവിൽ ആനന്ദിക്കുകയാണ്. നിങ്ങളിലേക്ക് കൃപയെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കർത്താവ് ആത്മാവിൽ ആനന്ദിക്കാൻ തുടങ്ങും. ആനന്ദിക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സുവിശേഷ കൈമാറ്റം നടന്നു. അതാണ് വിഷയം. 72 പേരെ പറഞ്ഞു വിട്ടത് എന്തിനാണ്? വിശ്വാസം കൈമാറാൻ വേണ്ടിയാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. 10:20 ലൂക്കാ സുവിശേഷം. ലൂക്കാ 10:20. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. മറിച്ച് പരിമാറി അല്ലെങ്കിൽ ക്യാൻസർ മാറി അല്ലെങ്കിൽ നിങ്ങളെ രോഗം മാറി എന്നതിൽ വലിയ സന്തോഷമൊന്നും കാണിക്കണ്ട. കാര്യം എന്താണ്? ദൈവം സന്തോഷിക്കുന്നത് എന്തിലാണ്? സുവിശേഷം കൈമാറി എന്നതിലാണ്. അവിടെയാണ് വിഷയം. ഇപ്പം കൃപാസനം പത്രത്തെക്കുറിച്ച് എന്തുമാത്രം സഭയുടെ അകത്തും പുറത്തും പൊതുജനങ്ങളിൽ എന്തുമാത്രം കലാപക്കൊടിയും ഉണ്ടായി. ആ കാലങ്ങളിലൊക്കെ ഞാൻ ആകപ്പാടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ് ചെയ്തത്. കാര്യം ഞങ്ങൾക്കറിയാമായിരുന്നു പത്രത്തിലാണ് ഈ സംഭവം ഇരിക്കണം മുഴുവനുമെന്ന്. പക്ഷേ പത്രം പുറത്തിറങ്ങുമ്പോൾ പിശാച് പല്ലും നഖവും കൊണ്ടാണ് വന്നത്. എത്രയെത്ര വീഡിയോ ഇതിനെതിരെ ഇറങ്ങി. ഒരു മനുഷ്യൻ പോലും ഒന്നും ചെയ്തില്ല. എന്നിട്ടും ദോശ ചുട്ട് തിന്ന് ചമ്മന്തി അരച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു. അച്ഛനെ അറസ്റ്റ് ചെയ്യണം, എന്തെല്ലാം പരിപാടിയാണ്. എന്ത് ഗവൺമെൻറ് എന്ത് നിയമം അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതിനെതിരെ രാജസ്ഥാൻ ഗവൺമെൻറ് നടപടിയെടുത്തു. കൃപാസനത്തിൽ നടപടിയെടുക്കും. അങ്ങനെ പല്ലും നഖവും കൊണ്ട് പിശാച് 4 പാടുന്ന എളിക്കാൻ തുടങ്ങി. അതിൻ്റെ കൂടെ സഭയിലുള്ള ചില പുരോഹിതന്മാരും നമ്മൾക്കെതിരെ വന്നു. പല പള്ളികളിലൊക്കെ ഇത് ഒരു പുരോഹിതൻ കുറേ പത്രം കൊണ്ടുവന്നതിൻ്റെ പുറത്ത് അവരുടെ പള്ളി കൊടുത്ത പത്രമാണ് എന്നും പറഞ്ഞുകൊണ്ട് അത് മുഴുവൻ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടും പോയി. കൃപാസന വാതിക്കലിട്ടും പോയി. ഒന്നും വേണ്ടിയില്ല. ആരോടും പരിഭവമില്ല. ആരോടും ഒരു നിരസം പോലും ഇല്ല. ആ അച്ഛനെ കാണുമ്പോഴും അച്ഛനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഈശോമിശിഹായെ സ്തുതി പറഞ്ഞ് സന്തോഷത്തോടെ നമ്മൾ പെരുമാറും. എന്താ കാര്യം? നമ്മൾ ചെയ്യുന്ന ജോലി വിശ്വാസ കൈമാറ്റമാണ്. അത് നിങ്ങൾ എപ്പോഴും ഓർത്തേക്കണം. നമുക്ക് വേറെ ഒരു ലക്ഷ്യമില്ല. നമ്മുടെ ജോലി എന്താണ്? ക്രിസ്തുവിനെ കൈമാറുകയാണ്. അപ്പം ക്രിസ്തുവിനെ കൈമാറുമ്പോൾ സ്വീകാര്യമല്ലാത്തവർക്ക് പലതരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാകും. ആൻറ്റി റെസ്പോൺസ് ആയിരിക്കും മിക്കതും. ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവരെല്ലാം പിന്നെ ആദ്യം സ്വീകരിക്കാതിരുന്ന ആരാണെന്ന് നമുക്കറിയാമല്ലോ. അവൻ തൻ്റെ ജനങ്ങളുടെ അടുക്കിലേക്ക് വന്നു. തൻ്റെ ജനങ്ങളാകട്ടെ അവനെ അറിഞ്ഞില്ല. അതല്ലേ സംഭവം. യോഹന്നാൻ 1:11 അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. ഇത് സ്വാഭാവികമാണ്. ഇപ്പം നിങ്ങളുടെ ബന്ധുക്കളോ സഭയിലുള്ളവരോ ചില സമയത്ത് ക്രിസ്തുവിനെ സ്വീകരിക്കത്തില്ല. മറ്റൊരു മാർഗത്തിലൂടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം കൈമാറ്റം ചെയ്യപ്പെടുന്നുവെന്ന് കണ്ടു കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇത് ബുദ്ധിപരമായിട്ട് ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു ഇൻ്റലിജൻ്റ് ബിസിനസ്സാണത്. ആധ്യാത്മികത എന്ന് പറയുന്നത്. അപ്പം നമ്മളെ ബുദ്ധിപരമായിട്ട് അവിടെ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? സൗമ്യതയായിരിക്കണം. അപ്പം നിങ്ങളെ എതിർക്കുന്നവരെ നിങ്ങൾ എതിർക്കരുത്. പൗലോസ് അപ്പോസ്തലൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ എതിർക്കുന്നവരെ നിങ്ങൾ എതിർക്കരുത്.